കാലവർഷത്തിന്റെ വരവറിയിച്ച് തെക്കൻ കേരളത്തിൽ കനത്ത മഴ. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട്. 4 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരത്ത് മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കർണാടകയിൽ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ജൂൺ 3-ന്. മകന് മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പടക്കം ഉപാധികൾ വെച്ച് സിദ്ധരാമയ്യ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം. മനുഷ്യജീവനെടുത്ത വീണ്ടും ആനക്കലി. അതിരപ്പള്ളിയിൽ പുല്ലേർക്കാട് സ്വദേശി മോഹനനെ ആന ചവിട്ടിക്കൊന്നു. ഫെൻസിംഗ് തകരാർ പരിഹരിക്കാത്തതിൽ വഴി തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. യോഗം വിളിച്ച് വനമന്ത്രി. സംസ്ഥാനത്ത് NIA റെയ്ഡ്. പരിശോധന കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ. തെരച്ചിൽ. മലപ്പുറത്ത് സ്ഫോടക വസ്തു എത്തിച്ച കേസിൽ റെയ്ഡ് ആരംഭിച്ചത് പുലർച്ചെ 5 മണിക്ക്. മാസപ്പടി കേസിൽ നടപടി കടുപ്പിക്കാൻ ED. വീണ ടിയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കും. ഉടൻ സമൻസ് അയക്കും. റെയ്ഡിൽ ലഭിച്ച തെളിവുകൾ കോടതിക്ക് കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണ്ണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ ഫലം SITക്ക്. പാളികൾ മാറ്റിയതായി കണ്ടെത്തിയില്ലെന്ന് സൂചന. അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് ദേവസ്വം മന്ത്രി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള ഗൗരവത്തിലെടുക്കുമെന്ന് K മുരളീധരൻ. ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടക്കാൻ സാധ്യത തള്ളാതെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. വീണ്ടും യുദ്ധം വേണ്ടി വന്നാൽ രാജ്യത്തിന്റെ സേനാ വിഭാഗങ്ങൾ സജ്ജം. അടിയന്തര സാഹചര്യം നേരിടാൻ കൂടുതൽ തയ്യാറെടുക്കുകയാണെന്നും ദ്വിവേദി. ടാറ്റയെ സിംഗൂറിലേക്ക് മടക്കിയെത്തിക്കാൻ BJP നീക്കം. ബംഗാൾ നിക്ഷേപ സൗഹൃദമെന്ന সন্দেশം നൽകാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി BJP সংস্থান അധ്യക്ഷൻ. ব্রাত্য নয়, রাজ্যের স্বার্থ কারোর ব্যক্তিগত ইগোর থেকে বেশি। টাটা যদি সিঙ্গুরে ফিরতে চায় ফিরবে, না হলে অন্য কোনো জায়গায় ফিরবে। স্থানটা বড় কথা না, টাটাকে ফেরানো একটা বার্তা দেওয়ার। ടാറ്റയുടെ നിലപാട് കാത്ത് സംസ്ഥാന സർക്കാർ. കോൺഗ്രസ് നേതാവ് KP ധനപാലൻ അന്തരിച്ചു. മുതിർന്ന CPI നേതാവ് TP ദാസനും അന്തരിച്ചു. T കുരുളയുടെ സംസ്കാരം നാളെ. നേതാക്കളെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം.